നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിൾ പേയുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് തന്നെയാണ് പല കാര്യങ്ങളും പേയ്മെൻറ്റ് ചെയ്യാറ്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാറുണ്ട് ഗൂഗിൾ പേ ഉപയോഗിച്ച്. അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കടകളിൽ പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത ആ പേയ്മെൻറ്റ് നമ്മൾ ഇതിലൂടെ പേ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഗൂഗിൾ പേയിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. എന്നിട്ട് QR കോഡ് നമ്മൾ കണ്ടുപിടിച്ച് അത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം. ഇത്രയും സമയം നമുക്ക് ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഹോം സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോങ് പ്രസ് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. സ്കാൻ എനി QR കോഡ് എന്നും, അതുപോലെ തന്നെ പേ ഫോൺ നമ്പർ എന്നും, അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് എന്നും, ബാങ്ക് ട്രാൻസ്ഫർ എന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന സ്കാൻ എനി QR കോഡ് എന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐക്കൺ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അത് എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. നമുക്കിപ്പോൾ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കാണിച്ചു തരാം. ടച്ച് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ്കോഡ്, ഇനി ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാർകോഡും ഇവിടെ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ്. ഇനി നിങ്ങൾക്ക് സ്കാൻ ചെയ്തു, നിങ്ങൾ ബാർകോഡ് സ്കാൻ ചെയ്തു, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു. ഇനി റിട്ടേൺ നിങ്ങൾ ബാക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ പേ ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പല പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ആരും അറിയാതെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫോ എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗവും ഉണ്ട്. നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ തന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ എന്തൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ഇവിടെ ഞാൻ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ അതിൻ്റെ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല, നോ ആക്ടിവിറ്റി എന്നിവിടെ കാണുന്നുണ്ട്. ഞാൻ ഇത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ വലതുവശത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഇൻട്രോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ എത്രത്തോളം പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ നമുക്ക് ഇതിൽ നിന്നും പേയ്മെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിലുള്ള ആ ഒരു ഹിസ്റ്ററിയിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകുകയും ചെയ്യും. ഈ 2 ട്രിക്സും നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.